ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയ്ക്ക് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി. എൻ്റെ പേര് മേരി സൂര്യ. എൻ്റെ ഹസ്ബൻഡ് ജോസ് സെറോണിക്സ്, മക്കൾ ആരോൺ, ഹെയ്സൽ ആൻഡ് ആഷർ. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും ഡിസംബർ 27 2019 അപ്പോൾ എൻ്റെ മൂത്ത മകൻ 2.5 വയസ്സായിട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു. മോന് വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ അവൻ 8 വയസ്സാകുന്നു. അവൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങളായിട്ട് എനിക്കൊരു പുതിയ വീട് വേണമെന്നും എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 12 2022 അമ്മ മാതാവും ഈശോയും എനിക്കൊരു പുതിയ വീട് നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ OET 2 പ്രാവശ്യം, IELTS 1 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇതെനിക്ക് തരാൻ അങ്ങ് തീരുമാനിച്ചിട്ടുള്ളതാണോ? എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ശരിക്കും ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ്ങിന് തിയറി പ്രാക്ടിക്കൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മതി. എങ്കിലും ഞാൻ ആദ്യം തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ PT എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഞാനത് വിജയിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് ആ സ്ഥലം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന്. അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഏജൻസി ഒന്നും കൊടുത്തില്ല, ഞങ്ങൾ തന്നെയാണ് പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായി NCLEX എന്ന എക്സാം നേഴ്സസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ്. 5 hours എക്സാമാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുവൈറ്റിൽ നിന്ന് 5 days ലീവ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എഴുതാൻ വന്നു. പക്ഷേ ഞാൻ അത്രയും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ അത്രയും നന്നായി പ്രാർത്ഥിക്കുകയോ ഒരുങ്ങുകയൊന്നും ആ സമയത്ത് ചെയ്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനത് ഫെയിലായി. പിന്നെ ഞാൻ 2023 മാർച്ച് മാസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. നല്ലതായി ഉടമ്പടി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് മെയ് 12 ഞാൻ എക്സാമിന് വേണ്ടി 2ാമതും ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ എണീറ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ഓൺലൈൻ കുർബാന കൂടി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ പോകുന്ന ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടു. എൻ്റെ ബാഗെല്ലാം വെക്കുന്ന കബോർഡിലിട്ടു. എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 5 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം എനിക്കൊരു 2.25 മണിക്കൂർ കൊണ്ട് എനിക്ക് ഫിനിഷായി. അത് എല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ കൂടെ അതിലെനിക്ക് ഉന്നത വിജയം നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് കുവൈറ്റിലെത്തി. പിന്നെ OSCE എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഓസ്ട്രേലിയയിൽ പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രോസസ്സിങ്ങിനായിട്ട് അവിടെ നല്ല ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റൊക്കെ വേണം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ എന്തായാലും നമുക്കിത് കിട്ടും, മാതാവ് എന്തായാലും തരും, അതുകൊണ്ട് നമുക്ക് റിസൈൻ ചെയ്ത് പോരാം എന്ന് വിചാരിച്ച് ഞാൻ റിസൈൻ ചെയ്തു. ഒക്ടോബർ 22 അഖണ്ഡ ജപമാലയുടെ അന്ന് രാവിലെയാണ് ഞാൻ നാട്ടിലെത്തിയത്. അന്ന് തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. നവംബർ മാസം ഞാൻ ഓസ്ട്രേലിയയിൽ അഡലെയ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി പ്രകാരം ഡെയിലി എനിക്ക് പള്ളിയിൽ പോകണം, അതിനൊക്കെ പറ്റിയൊരു സ്ഥലം എനിക്ക് തരണേ എന്ന്. ഞങ്ങളുടെ അക്കോമഡേഷൻ ഞാൻ സെർച്ച് ചെയ്തപ്പോഴേക്കും 10 minutes വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എനിക്ക് ഒരു കാത്തലിക് ചർച്ച് കണ്ടുകിട്ടി. എൻ്റെ റൂംമേറ്റ്സും ഞാനും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിലൊരാൾ ഹിന്ദു ആയിരുന്നിട്ട് കൂടെ ഞങ്ങളുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും കൂടുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം ഞങ്ങൾ 4 പേരും ആ എക്സാം സെൻറ്ററിലെത്തി. ഞങ്ങൾ 4 പേരും കൈപിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കൊന്ത ചൊല്ലി ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ അന്ന് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എക്സാം. ഞങ്ങൾക്ക് 10 സ്റ്റേഷൻ ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യണം. അങ്ങനെ 10 സ്റ്റേഷനും കഴിഞ്ഞു. ലാസ്റ്റത്തെ സ്റ്റേഷൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ടിട്ട് ഉണ്ടായിരുന്നു. പേപ്പറൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ചുമ്മാ ഉപ്പ് മാത്രം എടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. 10 സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഉപ്പ് അവിടെ 10ാമത്തെ സ്റ്റേഷൻ തുടങ്ങി 1ാമത്തെ സ്റ്റേഷൻ വരെ ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തി. നാട്ടിൽ ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരുന്നു. അപ്പോൾ നവംബർ 22 എൻ്റെ എക്സാം. അപ്പോൾ അവർ പറഞ്ഞു, ഇനി എന്തായാലും ജാനുവരിയിലേക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ, കാരണം ഡിസംബർ പകുതി തുടങ്ങി അവിടെ അവധിയായിരിക്കും, ക്രിസ്മസ് ഹോളിഡേയ്സ് ആയിരിക്കും.
പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഡിസംബർ 21 ഒരു മാസം തികയുന്നതിന് മുന്നേ ഞങ്ങളുടെ റിസൾട്ട് വന്നു. മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ അത്രയും ടൈം ഷോർട്ട് ചെയ്ത് മാതാവ് എനിക്ക് അത് പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ, സ്കിൽ അസസ്മെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. ഞാൻ മാതാവിനോട് എനിക്ക് PR എനിക്ക് ജോബ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വേറെ വർക്ക് വിസയുള്ള ജോബൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് PR ഒരു ജോബ് കിട്ടണേ എന്നായിരുന്നു. അത് പ്രകാരം എനിക്ക് മെയ് മാസം 16 ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്നോട് സെലക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ സെപ്റ്റംബറിലാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത്. എൻ്റെ മോനിച്ചിരി സ്പീച്ച് ഡിലേക്ക് ഉള്ളത് കൊണ്ട് അവൻ്റെ മെഡിക്കൽ ക്ലിയർ ആയില്ല. അപ്പോൾ വളരെ നിരാശ തോന്നി. കാരണം ഇത്രയും നാൾ ഞാൻ അതിനു വേണ്ടി 2 വർഷത്തോളം പഠിച്ച് എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തു. ഞാൻ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. എന്നിട്ടും എന്താ മാതാവ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന്. പക്ഷെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു. എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തിനാ വിശ്വസിക്കുന്നു? മാതാവ് നിനക്ക് തരാനുള്ളതല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് മാതാവിൻ്റെ എക്സാമെല്ലാം പാസ്സാക്കിയത്, നിൻ്റെ കഴിവല്ലല്ലോ. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് എല്ലാ എക്സാമും പാസ്സാകാൻ പറ്റിയതാണ്. അങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഡെയിലി 3 മണിക്ക് ഏർലി മോർണിംഗ് 3 മണിക്ക് എണീറ്റ് ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ ശരിക്കും ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു. മാതാവിൻ്റെ രൂപമായും ഫ്ലവറായിട്ടും ഹെർട്ടായിട്ടൊക്കെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഉറപ്പായി വിശ്വസിച്ചു എൻ്റെ മോനതിന് പാസ്സാകുമെന്ന്. ഞാനും അമ്മച്ചിയും കൂടി ഡിസംബർ 5 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മച്ചിക്കും സുഗന്ധാഭിഷേകം ലഭിച്ചു. മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് ഞാൻ അവൻ്റെ അസസ്മെൻറ്റുകളെല്ലാം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്ത് ഞാനതെല്ലാം സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു, മാതാവ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ മോൻ്റെ മെഡിക്കൽ ക്ലിയറായി കിട്ടണം. ഡിസംബർ 26 ശരിക്കും ഓസ്ട്രേലിയൻ അവധി ദിവസങ്ങളാണ്. നിൽക്കൂടെ എനിക്ക് രാവിലെ 3 മണിക്ക് എണീറ്റപ്പോൾ ഭയങ്കരമായി തോന്നുക, ഞാൻ അപ്ലൈ ചെയ്തേക്കണം ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന്. ഞാനങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ മോൻ്റെ മെഡിക്കൽ ക്ലിയറായിരിക്കുന്നു. പിന്നെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു, ഇനി കേസ് മാനേജർ അസൈൻ ആകുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ പേടിച്ച്. എങ്കിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ അതെല്ലാം കഴിഞ്ഞ് ജാനുവരി 18 ഒരു ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ശരിക്കും ശനി ഞായർ അവിടെ അവധിയാണ്. എന്നാൽ കൂടെ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മെയിലിൽ ഞങ്ങളുടെ 5 പേരുടെയും PR വിസ അടിച്ച് കെട്ടിയിരിക്കുന്നു. ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതം എന്നല്ലാതെ അതിനൊന്നും പറയാനില്ല. കാരണം അതൊരു ശനിയാഴ്ചയാണ്, അവരത് എടുക്കുന്ന ദിവസമല്ല. ഞാൻ രാവിലെ തന്നെ എൻ്റെ മോനെയും കൂട്ടി രാവിലെ കൃപാസനത്തിൽ വന്ന് മാതാവിനെ കാണിച്ചു. എൻ്റെ മോൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വിസ മാതാവിനെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോടാണെങ്കിലും വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞത് നമുക്ക് വിസ കിട്ടിയെന്ന്. അത് വലിയൊരു സാക്ഷ്യമായി ഞാനിവിടെ പറയുന്നു. പിന്നെ ഞാനും അമ്മച്ചിയും പിള്ളേരും കൂടെ വേളാങ്കണ്ണി പോകാൻ വേണ്ടി ഡിസംബർ 19 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈപ്പിനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ വല്ലാർപാടം പള്ളിയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ഫോർച്യൂണർ എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് വന്ന് ഓട്ടോയെ ശക്തമായി ഇടിച്ച് എൻ്റെ കാറിനെ ഹിറ്റ് ചെയ്തു. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളെന്നും പുറത്തിറങ്ങുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ തേച്ചും കാറിൽ തേച്ചൊക്കെയാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. എനിക്കോ കുഞ്ഞുങ്ങൾക്കോ അമ്മച്ചിക്കോ ഒരു പോറൽ പോലും പറ്റാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ മാതാവ് എൻ്റെ ചെറിയ മോന് നാട്ടിൽ വന്നതിന് ശേഷം സ്കിൻ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പൂർണ്ണമായും മാറിക്കിട്ടി. എനിക്ക് 3ാമത്തെ സിസേറിയന് ശേഷം ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരുന്നു എല്ലാ മാസവും. അപ്പോൾ മാതാവിനോട് ഞാനത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നല്ലോണം കുറഞ്ഞു, നല്ല ബെറ്ററായി. മാതാവ് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഈ ആഴ്ച എനിക്ക് എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. ഞാൻ ഏപ്രിൽ 21 ഞാനും ഫാമിലിയും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. 29 എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കിട്ടി. ഇനിയും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ജീവിതവും കുട്ടികളുടെ പഠനവും എല്ലാം മാതാവും തിരുക്കുമാരനും ചേർന്ന് ക്രമീകരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും മാതാവിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മാതാവ് നിർത്തുന്നു. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുമായിരുന്നു. എല്ലാ മാസവും ഒരു ചെറിയ തുക ഞങ്ങളുടെ അവിടെ ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന സംഘടനയ്ക്ക് നൽകുമായിരുന്നു. എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തിരുന്നു. ഒരു നേഴ്സ് എന്ന രീതിയിൽ
ഞാൻ രോഗികളായി കിടപ്പായിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പത്രം വാങ്ങി ബസ്സിലും പള്ളി പരിസരത്തുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം കൂടി അത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയും എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡ് പ്രയറും എല്ലാം ഡെയിലി ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുമായിരുന്നു. ഇനി മോൻ ഒന്നും സംസാരിക്കില്ലായിരുന്നു, ഇപ്പോൾ നന്നായി പ്രാർത്ഥനയ്ക്ക് ചെല്ലും. പറമ്പേ സ്വസ്തികർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങ് ഉദരത്തിൽ ഫലമായോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. പരിശുദ്ധം പറമ്പേ തമ്പുരാനേ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു. അബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് പോകുന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ തൻ്റെ മകന് പകരം ബലിയർപ്പിക്കുവാനായിട്ട് അബ്രാഹത്തോട് ദൈവദൂതൻ ആവശ്യപ്പെടുന്നതും, അങ്ങനെ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പുത്രന് പകരം ആ ആടിനെ ബലിയർപ്പിക്കുന്നതുമാണ് തിരുവചനത്തിലൂടെ നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക, ഉടമ്പടി വചനമാണത്. യോഹന്നാൻ്റെ വിശ്വസുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈ ഉടമ്പടി വചനത്തെ ഹൃദയത്തിലും അധരത്തിലുമേറ്റ് അതനുസരിച്ച് ചെയ്യുന്ന ഒരു ഉടമ്പടി ജനത പിന്നീട് എങ്ങനെയാണ് കൃപകൾ സ്വന്തമാക്കുക. ഇവിടെ ഈ കുടുംബം ഒന്നിച്ചുള്ള സാക്ഷ്യങ്ങൾ അത് ഒത്തിരിയേറെ നല്ലതാണ്. അത് കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ കൂടുതൽ കൃപകൾ നമ്മുടെ ഭവനത്തിലേക്ക് നാം ആയിരിക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ മക്കളും മാതാപിതാക്കളും ഒക്കെ ഒരുമിച്ച് വന്നുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ അതെന്നും കൃപയുടെ നീരുറവ തന്നെയാണ്. അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുടുംബത്തിൽ വാഗ്ദാന പേടകമായിട്ട് സ്വീകരിക്കുക. വാഗ്ദാന പേടകമായ അമ്മ എങ്ങനെയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാകുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ അമ്മയുടെ സാന്നിധ്യം ഒഴിഞ്ഞ കൽഭരണികളൊക്കെ പുതുവീഞ്ഞുകൊണ്ട് പച്ചവെള്ളം പുതുവീഞ്ഞാവുകയാണ്. അപ്പോൾ ഒരു ആഹാര പ്രശ്നം അപമാന പ്രശ്നമൊക്കെ ആകുന്ന ഇടങ്ങളിലേക്ക് അമ്മ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഉടമ്പടിയെടുത്ത് വാഗ്ദാന പേടകമായ അമ്മയെ കൂടെ കൊണ്ടുപോകുവാനും അമ്മയെ നമ്മുടെ ജീവിതത്തിൽ കുടിയിരുത്തുവാനും നാം ശ്രമിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ വ്യക്തികളും ചെയ്തുകൊണ്ടിരിക്കുക. തങ്ങളുടെ ജീവിതത്തിൽ, അതായത് തനിക്ക് എത്രയോ 3-4 വർഷമായി വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹം, എന്നാൽ അതിനൊക്കെ തടസ്സങ്ങളായിരുന്നു. പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷവും താൻ അല്പം ഉഴപ്പി തൻ്റെ കഴിവിൽ ആശ്രയിച്ചു. വീണ്ടും ബോധ്യങ്ങൾ കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നടത്തിയ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഇന്ന് ഫലം കൊയ്തെടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. PR ഒക്കെ കിട്ടി ഫാമിലി വിസയായിട്ട് ഇനി ഈ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇവരിവിടെ സാക്ഷ്യപ്പെടുത്തുക. ഒപ്പം തന്നെ അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നല്ല, അതിൻ്റെയൊക്കെ വഴികളിൽ എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിലേക്കാണ് വാഗ്ദാന പേടകമായ അമ്മയെ നാം ക്ഷണിക്കേണ്ടതും അമ്മയെ കൊണ്ടു നടക്കേണ്ടതും. അപ്പോഴാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ സാക്ഷ്യ കൂടാരവുമായി അവർ സഞ്ചരിച്ചപ്പോൾ ജോർദാൻ നദി വറ്റിക്കാനും അതുപോലെ ജോർദാൻ നദി 2ആയി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകരയെ എത്തിക്കാനും ജെറീക്കോ കോട്ട കീഴടക്കാനും ശത്രു രാജാക്കന്മാരുടെ സൈന്യനിരയെ ഭേദിക്കാനുമൊക്കെ സാക്ഷ്യപേടകത്തിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൂടെ വസിപ്പുള്ള സാക്ഷ്യപേടകം
ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വാഗ്ദാന പേടകമായിട്ട് കൂടെയുണ്ട്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയെയും കൊണ്ട് കുടുംബത്തോടൊപ്പം നാം നടക്കണം. അങ്ങനെ ഇന്ന് കൃപകൾ സ്വീകരിച്ച് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഈ കുടുംബം, മകന് കിട്ടിയ സംസാര ശക്തി ഒന്നും സ്ഫുടമായിട്ട് സംസാരിക്കില്ലാതിരുന്ന മകൻ സംസാരിക്കുന്നു. മറ്റൊരു മകന് ശരീരത്തിലെ സ്കിൻ അലർജി, അതൊരു വർഷമായിട്ടുണ്ടായിരുന്നത്, അത് നിശേഷം മാറുന്നു. അതുപോലെ തന്നെ ഈ മകൾക്കും ഉണ്ടായ അസ്വസ്ഥതകളൊക്കെ സൗഖ്യാനുഭവങ്ങളായിട്ടും എല്ലാം കുടുംബത്തിലേക്ക് കൃപകൾ ചൊരിയുന്ന അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.